നമസ്കാരം. തലയിൽ ആൾതാമസമുള്ള ആളുകളെ പിടിച്ച് അധികാരികളാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഇന്ന് കേരളത്തിലുള്ളൂ. ആ ആൾതാമസം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് വിവേക ബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകൾ, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ. അത്തരത്തിൽ വിദ്യാഭ്യാസ യോഗ്യത ലഭിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ വിവേക ബുദ്ധി അല്ലെങ്കിൽ തലയിൽ ആൾതാമസം ഉണ്ടാകുകയുള്ളൂ എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ 4 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും കഴിയുന്ന ഒരാളായിരിക്കണം ഈ ഇരിക്കുന്ന നേതാവെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരം നേതാക്കന്മാരെ ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് CPM. അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെ പിടിച്ച് അധികാരത്തിലേറ്റിയിരുത്തിയാൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല നേതാക്കന്മാർക്കും അവരുടെ തന്ത്രവും കള്ളത്തരങ്ങളും ഒന്നും നടക്കാതെ പോകും. അതുകൊണ്ട് അത്തരത്തിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കാതെ ഇരിക്കുക എന്നതിനുള്ള പരിഹാരമായി വിദ്യാഭ്യാസ രംഗത്തെ വളർത്താതിരിക്കുക എന്ന പരിഹാരം കണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെ നമ്പർ 1 കേരളത്തെ പടുത്തുയർത്താനാണ് ഇടതു സർക്കാരിന്റെ ശ്രമം എന്ന് നേതാക്കന്മാർ പറയുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വളരാൻ ഇടതു സർക്കാർ യാതൊരു കാരണവശാലും അനുവദിക്കുകയുമില്ല. അതിനുവേണ്ടി തലയിൽ വീടും വെച്ച് നടക്കുന്ന ആർ ബിന്ദുവിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായും നേരാവണ്ണം എണ്ണം പോലും വായിക്കാൻ അറിയാത്ത, എടുക്കാൻ അറിയാത്ത ശിവൻകുട്ടി ആശാനെ വിദ്യാഭ്യാസ മന്ത്രിയുമായി CPM നിർത്തിയിരിക്കുന്നു. അതാവുമ്പോൾ ഇടതു നേതാക്കളുടെ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി റെഡിയാക്കാൻ സാധിക്കും. ഇപ്പോഴിതാ പുതിയ വിദ്യാഭ്യാസ നയത്തോട് യെസ് മൂളിയെങ്കിലും അത് അനുസരിക്കാൻ കേരളം മാത്രം തയ്യാറാകുന്നില്ല എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തമാകുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാം ആരംഭിച്ചുവെങ്കിലും പലതും തള്ളിക്കളഞ്ഞാണ് കോഴ്സ് ഘടന തയ്യാറാക്കിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏകീകൃത സ്വഭാവത്തെ ഇല്ലാതാക്കുന്നത് വിദ്യാർത്ഥികളെയും പഠന രീതികളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള UGCയുടെ പല നിർദ്ദേശങ്ങളും കേരളം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് പഠനം കഴിയുമ്പോൾ നിശ്ചിത ക്രെഡിറ്റ് സ്വന്തമാക്കിയവർക്ക് പുറത്തു പോകാനും നിശ്ചിത സമയത്തിനുള്ളിൽ തിരികെ എത്തി കോഴ്സ് പൂർത്തിയാക്കാനും എല്ലാം സാധിച്ചിരുന്നു. ആദ്യ വർഷത്തിനു ശേഷം സർട്ടിഫിക്കറ്റ്, 2ാം വർഷത്തിനു ശേഷം ഡിപ്ലോമ, 3ാം വർഷത്തിനു ശേഷം ബിരുദം, 4ാം വർഷത്തിനു ശേഷം ഓണേഴ്സ് ബിരുദം എന്നിവയായിരുന്നു UGCയുടെ നിർദ്ദേശം. എന്നാൽ കേരളത്തിൽ 3ാം വർഷത്തെ ബിരുദം, 4ാം വർഷത്തെ ഓണേഴ്സ് ബിരുദം എന്നിവ മാത്രമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോഴ്സിന്റെ 40% ക്രെഡിറ്റ് ഓൺലൈൻ കോഴ്സുകളിലൂടെ പൂർത്തിയാക്കണമെന്നതാണ് UGCയുടെ നിർദ്ദേശം. അതേസമയം കേരളത്തിൽ 8ാം സെമസ്റ്ററിലൂടെ ആകെ ക്രെഡിറ്റിൽ 16 എണ്ണം ഓൺലൈൻ കോഴ്സുകളിലൂടെയും നേടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി സെമസ്റ്ററുകളിൽ വിജയിക്കാൻ ആവശ്യമായ ക്രെഡിറ്റിന് അധികമായത് നേടാൻ ഓൺലൈൻ കോഴ്സുകളെ ആശ്രയിക്കണം. ക്രെഡിറ്റ് ട്രാൻസ്ഫർ രീതിക്കും പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. UGC മാനദണ്ഡ പ്രകാരം അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ രേഖപ്പെടുത്തുന്ന ക്രെഡിറ്റുകൾ ഉപയോഗിച്ച് മറ്റൊരു സർവകലാശാലയിലോ കോളേജിലോ പഠനം തുടരാം. എന്നാൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഓരോ സർവകലാശാലയിലെ കോളേജുകളിലേക്ക് മാത്രമാണ് ഇത്തരത്തിൽ മാറാൻ സാധിക്കുന്നത്. ആദ്യ സെമസ്റ്ററിലെ ഫൗണ്ടേഷൻ കോഴ്സ് എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കണമെന്നതാണ് UGCയുടെ നിർദ്ദേശം. 12ാം ക്ലാസ്സിൽ പഠിക്കാത്ത വിഷയത്തിൽ ഉപരിപഠനം നടത്താൻ വിദ്യാർത്ഥികളെ പര്യാപ്തമാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കേരളത്തിൽ ഭാഷ, തനത് വിജ്ഞാനം, നൈപുണ്യശേഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. UGCയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കേരളത്തിന് മടി എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപം. ഇത് മാത്രവുമല്ല, +1 സീറ്റ് വർദ്ധിപ്പിക്കാത്തതും ഇത്തരത്തിൽ CPMന്റെ ചില നയങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വിശ്വാസമില്ലാത്ത രീതിയിലേക്കാണ് വിദ്യാർത്ഥികൾ കാണുന്നതെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇത്തരത്തിൽ CPM നേതാക്കന്മാർ ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാതെ അവരെ എങ്ങനെയെങ്കിലും തല്ലുവേലക്കാരാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് അവർ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.